ഹരേ കൃഷ്ണ. ഇന്ന് ലൈഫിൽ നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം, ഇതെല്ലാം നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് പകുതിക്ക് വെച്ച് നിർത്തിയ ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് നോക്കാം. നമുക്ക് 3 കാർഡ്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ് ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജ്മെൻ്റ് ആണ് കിട്ടുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് 3 ഓഫ് കപ്സ് ആണ് കിട്ടുന്നത്. 3 കാർഡുകളാണ് നമ്മളിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്താണ് നമുക്കിതിൻ്റെ മീനിങ്, കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്നുള്ളതെന്ന് നോക്കാം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോഷൻ, ഒരു ജോബ്, ഒരു ഉയർച്ച, അത് എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. 4 ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ ഒരു അവസരങ്ങൾ ലൈഫിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. 4 ഓഫ് കപ്സ് ആണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. ആത്മവിശ്വാസമൊക്കെ റെഡിയായി, അതായത് ആത്മവിശ്വാസത്തോടു കൂടി പഴയ വിഷയങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സിമ്പലാണ് ഇതെന്ന് പറയുന്നത്. അതായത് ജീവിതത്തോട് ഭയങ്കര അധികം മടുപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതെല്ലാം മാറി ജീവിതത്തോട് നല്ലൊരു രീതിയിലുള്ള താല്പര്യങ്ങൾ വന്ന് ജീവിക്കണം, ജീവിച്ച് കാണിക്കണം, ആ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു അവസരത്തിലൂടെ നിങ്ങൾ പോയി. ഇപ്പം നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പുതിയ ബന്ധങ്ങളും പുതിയ ബിസിനസ്സായിട്ട് ആലോചിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഓപ്പണായി വരുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക, പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. അതാണ് ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ. നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് വളരും എന്നാണ് അതിൻ്റെ ചുരുക്കം. ഇനി രണ്ടാമത്തെ കാർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം കണക്റ്റഡാണ് നേരത്തെ കണ്ട കാർഡായിട്ട്. അതായത് നിങ്ങളിങ്ങനെ സംശയിച്ചുകൊണ്ട് നിൽക്കുകയാണ്, നിങ്ങളെ തന്നെ സംശയിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് വൈകി വളരെയധികം ലാഗ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പഴയ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം, പഴയ ചതിയെക്കുറിച്ചുള്ള കുറ്റബോധം, പഴയ ബിസിനസ്സുള്ള കുറ്റബോധം, എന്തൊക്കെ ചെയ്തിട്ടുള്ളൊരു മാനസികമായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കുറ്റബോധം ഒന്നും തന്നെ വേണ്ട. നിങ്ങൾ തീരുമാനമെടുക്കാൻ ഒരിക്കലും വൈകരുതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആത്മവിശ്വാസം, ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, വളരെയധികം ഉയർച്ച, നിർത്തിവെച്ച പദ്ധതികളെല്ലാം തുടരുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആശയവിനിമയത്തിലൊരു കുഴപ്പം, അതൊക്കെ മാറി നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി, അതായത് നിങ്ങൾ ഉദ്ദേശിച്ചൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചൊരു ജോബ്, ഉദ്ദേശിച്ചൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ ചുവട് വയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ഭയത്തെ മാത്രം മാറ്റി വെച്ചാൽ മതി. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള ഭയം, പേടി, അവരത് പറയുന്നു ഇവരിത് പറയുന്നു. ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ 10 സജഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സജഷൻസ് നിങ്ങളെ പേടിപ്പെടുത്തുന്നു. ഒരാൾ പോലും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടാവില്ല, ആശ്വാസമായിട്ടൊരു വേർഡ് പറയുന്നില്ല. കാരണം നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ട, മാറ്റി വയ്ക്കണം. നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധം, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പഴയത് അങ്ങനെയെന്ന് പറഞ്ഞ് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ കുറ്റബോധം നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ ലൈഫിനോടുള്ള താല്പര്യം വളരാനും നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം മറന്ന് നല്ല രീതിയിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കും. ആദ്യം നിങ്ങൾ ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തും. ശേഷം നിങ്ങൾക്ക് അത് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതൊന്നും വേണ്ട. നിങ്ങളുടെ തീരുമാനത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഈ ഒരു കാർഡിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 2 കാർഡിലും പറഞ്ഞതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള വെല്ലുവിളികൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ടീം വർക്കൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിലൂടെ പോവുക. നിങ്ങൾ ഒറ്റയ്ക്കൊരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങുക. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് വരും. അതിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് ഒരു കൂട്ടുകൃഷി തുടങ്ങാതിരിക്കുക. അതാണ് ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. മൂന്നാമതൊരാൾ ഇടപെടുന്നതുകൊണ്ട് ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നില്ല. ഗോസിപ്പ്, തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം വർദ്ധിക്കും അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കണം, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒറ്റയ്ക്ക് നേരിടുക. നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്ന
ആളാണെങ്കിൽ ഒറ്റയ്ക്ക് നേരിടുക. നിങ്ങളൊരു ടീം വർക്കിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ മാത്രം മുന്നിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ പല അഭിപ്രായങ്ങളും പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല. കാരണം നിങ്ങളെ പഴയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ നല്ല രീതിയിലുള്ള പാഠങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾ എങ്ങനെ മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ലെസൺ നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മൈൻഡിലുണ്ട്, ഇങ്ങനെ വേണം അങ്ങനെ ആയാൽ പറ്റില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നത്. വളരെ അധികം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് പേരെടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. കൂട്ടുകച്ചവടമായിട്ടുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സക്സസ് ചെയ്യാൻ പോവുകയാണ്. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് ബാഡ് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ലൈഫിൽ വളരെ സക്സസ് ചെയ്യാൻ പോവുകയാണ്. അതൊരു ബിസിനസ്സായിരിക്കാം, അതൊരു പ്രൊമോഷനായിരിക്കാം. പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഗോസിപ്പുകൾ കാര്യങ്ങൾ നിങ്ങളുടെ ഓഫീസുകളിൽ കാര്യങ്ങളുണ്ടായിരിക്കും, ചവിട്ടിത്താഴ്ത്തലുകളുണ്ടായിരിക്കും, കുറ്റപ്പെടുത്തലുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നിലേക്ക് പോകുന്ന ഒരു ടൈമാണ് ഇത് കാണുന്നത്. വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച് എടുക്കുന്ന കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. ഒരു പ്രൊമോഷന് വേണ്ടിയൊക്കെ പോകുമ്പോൾ 3 പേര് 4 പേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകാതിരിക്കുക. അതായത് ഒരു കൂട്ടുകച്ചവടം എന്നുള്ള രീതിയിൽ പോകാതിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നേടുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ മധുരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്ക് ലൈഫിനോട് തന്നെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ലൈഫ് ബ്രൈറ്റായിട്ട് വരുന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ലൈഫായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.